റെഡി? ചേച്ചി വിളിച്ച് കരഞ്ഞോണ്ടാണോ ഞാൻ വന്നേ? ആണോ? നിങ്ങളൊക്കെ വിളിച്ച് കരഞ്ഞോണ്ടാണോ ഞാൻ വന്നേ? ഇതാ ഞാൻ പറഞ്ഞ ഇടയ്ക്ക് കിൽക്കത്തില് രേവതിയാവും. എന്റെ നെഗറ്റീവ് ക്യാരക്ടേഴ്സ് ഇങ്ങനെയല്ല. ഇത് കുശുമ്പ് അങ്ങനെയല്ലേ? ഇത് മറ്റേത് കൊലപാതകം ഒക്കെ ആയിരുന്നു. അതാ രസം. ആരാണ് ചോദിച്ചത്? അത് വാഴയമ്മത്തായിച്ചേട്ടാ. ആരാ വന്നിരിക്കുന്നത് നോക്കടാ. ആരാ വന്നിരിക്കുന്നത് നോക്കടാ. ചപ്പറം കാണട്ടെ. പറഞ്ഞിട്ടില്ലേ ആരാ വന്നേക്കണേ നോക്കണേ. എടി നീ ഇങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യണം കേട്ടോ. ഇതേപോലെ ഫ്രോക്ക് ഒക്കെ ഇട്ടിട്ട് പഴയ മറ്റേ കൽപ്പന. എടി ഹ്യൂമർ സെൻസ് എന്ന് പറഞ്ഞ നിന്റെ ഫേസ് എന്താ പെട്ടെന്ന് വാടിപ്പോയേ? ഞാനത് കേട്ടതല്ല. പിന്നെ എന്നാടാ? വിഷമിക്കാ. ഓ ഫുഡ് എവിടെയല്ലേ രാജു? വീട്ടിലെ ഫ്ലാറ്റിലല്ലേ? നീ ചുമ്മാ ഇരുന്നാൽ നീ ചുമ്മാ പിടിച്ചാൽ നീ അങ്ങനെയൊന്നും കാണിക്കണ്ട. ഞാൻ 90s കിഡാണ്. ഞാൻ കുക്കിയൊന്നും അല്ല. അതെ, പക്ഷെ കണ്ടിട്ട് അടുത്ത കിളി ഒന്ന് തെറ്റിച്ചോ? പിന്നെ അത് എനിക്ക് സ്ഥിരമാണ്. അത് കണ്ടില്ലായിരുന്നു. അത് കണ്ടില്ല. നീ കൊറേ ഷൂട്ട് ചെയ്യുന്നുണ്ടല്ലോ, പക്ഷെ എപ്പിസോഡിലൊന്നും കാണുന്നില്ല. ഇല്ല, വരും വരും. നീ ഇങ്ങോട്ട് വിളിക്കും. അയ്യോ ചേച്ചി കിട്ടിയില്ല എനിക്ക്. നീ ചേച്ചി അത് കണ്ടോ? ഒരു കാര്യം ചെയ്യും, പിങ്കി പിങ്കി രാജു രാധയും പോലെ എന്റെ രാജയോടെ എന്നിങ്ങനെ കെട്ടിയിട്ട് അവളെ കാണുന്നത് അങ്ങോട്ട് കുറച്ച് ഇത്രയും വലിയ ഗതി കെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. ഇതന്നെയല്ലേ നീ കഴിഞ്ഞാലും പറഞ്ഞു, ഇത് ലാസ്റ്റത്തെ ഒന്ന്. ആ തുടങ്ങിക്കോ. ടൈമിംഗ് ഇല്ലാത്ത ആർട്ടിസ്റ്റുകൾ കണ്ടല്ല പോയി. എനിക്ക് വയ്യ മാറാൻ. സോറി പറയാ. നീ എന്താണ് ഇവിടെ വിളിച്ചിരിക്കുന്നത്?
വെച്ചിരിക്കുന്നത് പോന്നു പവിത്രത്തിലെ നായകന്റെ അവസ്ഥ Ready? 1, 2, 3, start. നോക്കിയല്ലേ എനിക്ക് എപ്പോഴും ബോഡി പറയാൻ പറ്റുവാണോ വെക്കുവാ. ഇതാണോ നിന്റെ വൈബ് തന്ത അല്ല സേവ് ചെയ്തിട്ട് കണ്ടോ ഇപ്പൊ അങ്ങനെ പോയാലും നമുക്ക് ഏറ്റവും കേറുന്നില്ല ഇവിടേക്ക് എന്തോ വെട്ടിയെന്ന് തോന്നി. ഇവിടെ നല്ല വിസിബിൾ ആയി. അവിടെ വീടൊന്നും കാണത്തില്ല. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായപ്പോൾ തന്നെ വെട്ടിയല്ല കണ്ണിമാങ്ങ ഉണ്ടായിട്ടുണ്ടാവും. അല്ല ഒന്നല്ല രണ്ടു കുറേ ഇങ്ങോട്ട് തന്നാ ഉദ്ദേശിച്ചത്. ഒരെണ്ണല്ല രണ്ടെണ്ണം. അങ്ങനെ കഴിഞ്ഞ ഷെഡ്യൂൾ പോകും എന്ന് പറഞ്ഞ അലീന ദേ പോയിട്ടില്ല ഗൈസ്. നിങ്ങൾ ചേച്ചി വിളിച്ച് കരഞ്ഞോണ്ടാണോ ഞാൻ വന്നേ? ആണോ? നിങ്ങളൊക്കെ വിളിച്ച് കരഞ്ഞോണ്ടാണോ ഞാൻ വന്നേ? എന്നിട്ട് ഇങ്ങനത്തെ എന്തിന്റെ കേടായിരുന്നു? നിങ്ങൾ കരഞ്ഞു പോല് ബാബാന്ന്. ഇവര് കരഞ്ഞോണ്ട് ഇവള് പോകത്തില്ല. ദർശനം നൽകാൻ പറഞ്ഞു വിട്ടാലും പോയില്ല. അപ്പൻ നീ പറ നീ പോകുന്നില്ലെന്ന് പറ. ഞാൻ പോണില്ല. പോകത്തില്ല ഞങ്ങള് പോവില്ല. ഇനി പറഞ്ഞു വിട്ടാലും പോണില്ല. അങ്ങനെ അലീനയും അലീനയുടെ കുഞ്ഞിനെയും ഞങ്ങൾ പവിത്രത്തിലേക്ക് സ്വീകരിച്ചിരിക്കുന്നു. ഞങ്ങൾ വീണ്ടും കരയും. അത് തന്നെ റെഡിമെയ്ഡ് ഞങ്ങൾക്ക് എല്ലാം ഇടിയപ്പ നൂൽപുട്ട്. ഇതാണോ ഗ്രീൻ പീസ് കറി അല്ലേ? വെരി ഗുഡ്. കണ്ടിട്ട് തോന്നുന്നു അവിടുന്ന് നിറച്ചു ഡബിൾ ഓംലേറ്റും ചായയും കഴിച്ചു. ഇങ്ങോട്ട് തിരിഞ്ഞില്ല. അത് പിന്നെ ഒരു കീഴ്വഴക്കങ്ങളൊക്കെ ആകുമ്പോ നമ്മള് അതെ നിനക്കാവാലോ. ഒരു കൊച്ചിന്റെ പേരും പറഞ്ഞു. ഞാൻ കഴിക്കും. ആരെങ്കിലും എന്റെ വിഷമം കാണുന്നുണ്ടോ? എന്താ തുമ്പിയെ കൊണ്ട് ഞാൻ പിടിക്കാം. വേണ്ട. ഓ വെള്ളം ഞാൻ കണ്ടില്ല. ഇപ്പുറത്തെ ഇങ്ങനെ മനസാക്ഷിയില്ല. ഇത് കുഴപ്പമില്ല. പോന്നു കിൽക്കത്തിലെ വെള്ളരിപ്രാവല്ലേ സമാധാനത്തിന്റെ? അത് വെള്ളരി അതിനെ പ്രാവ്. അത്രയ്ക്കും ഉണ്ടാവളെ അറിവ് ജ്ഞാനം. അതിന് ഞാൻ കൊക്കി ഇരിക്കുന്നതല്ല, പറക്കണല്ലേ കണ്ടേ. പറക്കുന്നത് കൊക്കാണ് പ്രാവാണെന്ന് എങ്ങനെ? അത് എടുത്തിട്ട് കൈ വിടാതെ നടക്ക്. ഉള്ള കുപ്പി ഇപ്പൊ പൊട്ടിക്കും. രണ്ട് കുപ്പി ഏതായിരുന്നു? ഒരേപോലെ. എന്റെ ചേച്ചി റൈറ്റ് സൈഡിൽ പിടിച്ചെന്റെ അമ്മേ. അയ്യേ അയ്യോ എനിക്ക് ഇറങ്ങുന്നേ. അമ്മച്ചി. അങ്ങനെ നമ്മൾ നമ്മളെ റൂമിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു. ഈ മനുഷ്യൻ ഇങ്ങോട്ടൊക്കെ നോക്ക്. സീരിയലിനെ കുറിച്ച് പുറമേ ഉള്ള റിയാക്ഷൻ എന്താണ് താങ്കളോടുള്ളത്? വളരെ നല്ല അഭിപ്രായമാണ്.
ഇവർക്കൊക്കെ വളരെ പാടുപെട്ടു ട്രെയിനിൽ കയറാനൊക്കെ ആയിട്ട്, കാരണം അത്രയും ഫാൻസ് മോബ് അറ്റാക്ക് ഒക്കെ ആയിരുന്നു എന്നൊക്കെയാണ് കേട്ടത്. ആർക്ക്? വിനയ് ചേട്ടനാണെന്നല്ലോ ഞാൻ കേട്ടെ. അല്ലല്ല, അവർക്ക് ആണോ? ഞങ്ങള് തിരിച്ചറിയില്ല. വിനയ് ചേട്ടനെ അറിയുന്നു. ഇങ്ങനെ തന്നെയല്ല സീരിയല്. നിനക്ക് വല്ല ഞങ്ങള് പട്ടുസാരി വരും. അത് പറഞ്ഞിട്ടുള്ള റിയാക്ഷൻ കിട്ടണം. പട്ടുസാരി ആയിട്ടൊരു ഇത് കുഴപ്പമില്ല. നീ ഹെയർ വരെ ഇങ്ങനെയാ, പിന്നെന്താ? മേക്കപ്പ് ഉണ്ട്. ഇപ്പൊ മേക്കപ്പ് ഇല്ല. എന്നിട്ട് വിനയ് ചേട്ടാ പറ, തിരിച്ചറിയുന്നു എല്ലാരും. 65 വയസ്സുള്ള സ്ത്രീകളെ തിരിച്ചറിയും. വിനയ് ചേട്ടൻ എത്ര 65 വയസ്സ് കഴിഞ്ഞ അമ്മമാരുടെ ശ്രദ്ധയ്ക്ക് ദൈവത്തോട്ട് വിനയിച്ചേട്ടൻ ഇൻസ്റ്റാഗ്രാമിലും ഇങ്ങനെ മെസ്സേജ് അയക്കരുത്. പുള്ളിക്കാരൻ ഉറക്കമൊന്നുമില്ല രാത്രി. എല്ലാ 65 above ഉള്ള ലേഡീസ് മെസ്സേജ് അയച്ച് ശല്യം ചെയ്യാന്ന് പറയുന്നത്. അത് ശല്യം എന്ന് വന്നപ്പോ 65 above ഉള്ള ലേഡീസ്. അതെ, ബാക്കിയുള്ളത് പുള്ളിക്ക് കുഴപ്പമില്ല. 50 താഴെയുള്ളത് പുള്ളിക്ക് പ്രശ്നമില്ലെന്ന് പറഞ്ഞു. 65 above ഉള്ളവരൊന്ന് ശ്രദ്ധിക്കുക. രാത്രിയൊക്കെ മരുന്ന് കഴിക്കാതെ ഉറങ്ങാൻ നോക്കുക നിങ്ങള്. ചേട്ടൻ മെസ്സേജ്. അതെ, വിനയ് ചേട്ടൻ കുറെ മെഡിസിൻ ഒക്കെ കഴിച്ചിട്ടാണ് കിടക്കുന്നത്. അത്യാവശ്യം പ്രായമായി അല്ല വിനയ് ചേട്ടാ? എല്ലാം നന്നായി വരട്ടെ. പിറക്കാൻ പോകുന്ന കുഞ്ഞിന് എല്ലാവിധ ഐശ്വര്യങ്ങളും ആയുസ്സും ആരോഗ്യം ഉണ്ടാവട്ടെ മോളെ. സാവിത്രി അമ്മ സീരിയലിലെ ആൾക്കാർ വരെ കൊച്ചിന് വേണ്ടി പ്രാർത്ഥിക്കുക. കണ്ടോ? അതും ഉണ്ട്. ഞാൻ നിങ്ങള് സീരിയൽ കണ്ടോണ്ടിരിക്കുമ്പോഴേ കഴിഞ്ഞ ദിവസത്തെ ഇതില് എന്തോ പറയുമ്പം ദർശൻ പറയുമല്ലോ, അമ്മ പറഞ്ഞത് കാര്യമാക്കണ്ട എന്ന് പറയുമ്പോഴത്തേക്കും വേദ പറഞ്ഞ ഡയലോഗ് ഉണ്ടല്ലോ, എനിക്ക് വർഷേച്ച് ഇവിടെ ഉള്ളതുകൊണ്ട് ഇതൊക്കെ ഞങ്ങൾക്ക് അത് ശീലമായിരുന്നു. ഞാനും കണ്ടു. അത് ഡയലോഗ് അടിച്ചിട്ട് പോലോ നിങ്ങൾക്ക് ഇതാന്നൊക്കെ പറഞ്ഞ് മുന്നോട്ട് പോവല്ലോ. അപ്പൊ ദർശൻ പറയും അമ്മ നിങ്ങൾക്ക് അറിയാലോ വിഷമിക്കണ്ട എന്നുള്ള രീതി പറയുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് വർഷിച്ച് ഇവിടെ ഉള്ളതുകൊണ്ട് മത്തം കുത്തി അവക്കാടുണ്ടാവില്ല. അല്ലേ, നീ എന്റെ മോളാകുമ്പോ നീ നിന്നിൽ നിന്ന് അതൊക്കെ അവർ പ്രതീക്ഷിക്കുന്നുള്ളൂ. നിനക്കിത് ശീലമായില്ല ഇപ്പൊ? ഇല്ല, എന്റെ നെഗറ്റീവ് ക്യാരക്ടേഴ്സ് ഇങ്ങനെയല്ല. ഇത് കുശുമ്പ് അങ്ങനെയല്ലേ. ഇത് മറ്റേത് കൊലപാതകവും ഒക്കെ ആയിരുന്നു. അതാ രസം. മൂർഖനെയാണല്ലോ ചവിട്ടിയത്.